നമ്മളിന്ന് അമേരിക്കയിൽ എത്ര രൂപയ്ക്കാണ് ആഴ്ചയിൽ പെട്രോൾ അടിക്കുന്നത് എന്ന് നമുക്കിന്ന് നോക്കാം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റേഷനിലോട്ട് പോകണം. നമ്മളിവിടെ ഗ്യാസ് എന്നാണ് പറയുന്നത്, പെട്രോൾ എന്നല്ല. ഗ്യാസ് അടിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്യാസ് സ്റ്റേഷനിലോട്ട് പോവാണ്. ഓക്കെ, ഇത് ഗ്യാസ് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 3 മിനിറ്റേ ഉള്ളൂ ഗ്യാസ് സ്റ്റേഷനിലോട്ട് പോകാൻ. സാധാരണഗതിയിൽ ഞങ്ങൾ ഈ ബാറ് തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഗ്യാസ് അടിച്ചുകൊണ്ടിരുന്നത് ഒരു $35 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബാറ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇതിനെല്ലാം പ്രൈസ് കൂടി, സാധനങ്ങൾക്ക് വില കൂടി. ടാക്സിൻ്റെ അല്ല, ഇപ്പോൾ പ്രൈസ് അല്ലാതെ സാധനങ്ങൾക്കെല്ലാം വില കൂടിയിട്ടുണ്ട്. അപ്പം നേരത്തെ 35 ആയിരുന്നു, ഇപ്പം നമുക്ക് എത്ര ആവും എന്നറിയത്തില്ല. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഏകദേശം വണ്ടിയിൽ ഒരു കട്ട കാണിക്കുന്നുണ്ട്. അപ്പം ഒരു കട്ട പെട്രോളുണ്ട്, ഗ്യാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി എത്ര രൂപയ്ക്ക് അടിക്കണമെന്നാണ് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഗ്യാസ് സ്റ്റേഷൻ എത്താറായി. ലെഫ്റ്റ് സൈഡിലാണ് ഗ്യാസ് സ്റ്റേഷൻ വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിയണം. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. രാവിലെ തുടങ്ങിയതാണ് മഴ. ഇന്നലെ എല്ലാം നല്ല മഴയായിരുന്നു. ഇപ്പം ചെറിയ ഒരു പൊടി മഴയേ ഉള്ളൂ. ഇന്ന് എനിക്ക് ഓഫാണ്, അപ്പോൾ അതുകൊണ്ട് വലിയ ധൃതിയൊന്നുമില്ല. നമുക്ക് ഇവിടെ മുക്കിന് സിഗ്നലാണ്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാതെ പോകാൻ പറ്റത്തില്ല നാട്ടിലെ പോലെ. നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലാണ് ഗ്യാസ് സ്റ്റേഷൻ വരുന്നത്. നമുക്കിങ്ങോട്ട് തിരിയുക എന്നാണ് ഈ അടുത്ത ലക്ഷ്യം. അതെ, നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. ഇവിടെ റെഗുലറും ഉണ്ട്. റെഗുലറിന് ഇവിടെ $4.35 പ്രൈസ്, 1 ഗാലന്. ഇവിടെ നമ്മൾ തന്നെയാണ് ഗ്യാസ് അടിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു കട്ടയുണ്ട്. അപ്പോൾ ബാക്കി ഒരു കട്ട തികച്ചില്ല, എന്നാലും ആ ഒരു ഇത് എത്താറായി അവിടെ നിൽക്കുന്നു. ബാക്കി ഇനി എത്രയാണ് നമ്മൾ അടിക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതുണ്ട്, നമുക്ക് തന്നെയാണ്, നമ്മൾ തന്നെ
കാർഡ് ഉപയോഗിച്ച് അടിക്കുന്നത്. റെഗുലറുണ്ട്, പ്ലസ് ഉണ്ട്, പവറുണ്ട്. നമ്മൾ റെഗുലർ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് കാർഡ് ഇടാം. പിൻ നമ്പർ നമ്മൾ അടിക്കുന്നു. അപ്രൂവ് ആയിട്ടുണ്ട്. കാർഡ് റിമൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നോസിൽ മാറ്റി ഗ്യാസ് അടിക്കാം. നമ്മളിപ്പം റെഗുലറായി പ്രസ് ചെയ്യണം ഇവിടെ. ഓക്കെ, ഇനി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പ്രസ് ചെയ്തു. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. $2, $3, $4 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതെവിടെ വെച്ചൊന്ന് അവസാനിക്കും എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് നോക്കാം. 1 ഗാലൻ കഴിഞ്ഞ് 2 ഗാലൻ കയറിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. 2 ഗാലൻ കയറി. മുകളിൽ കാണിക്കുന്നത് പ്രൈസാണ്, ഡോളർ റേറ്റ്. ഡോളറാണ് മുകളിൽ കാണിക്കുന്നത്, $14. താഴെ കാണിക്കുന്നത് എത്ര ഗാലൻ കയറി. ഞാൻ ഈ വാറ് തുടങ്ങി ഈ കഴിഞ്ഞ ആഴ്ച വന്ന് അടിച്ചപ്പോഴത്തേക്കും എനിക്ക് $62 അടിക്കുന്നതായിരുന്നു. സാധാരണ ഞാൻ അടിക്കുന്നത് $35 വാറ് തുടങ്ങുന്നതിന് മുന്നേ. അത് കഴിഞ്ഞിട്ട് $62 വന്നായിരുന്നു. ഇരട്ടിയായിരുന്നു ഫുൾ ടാങ്ക് അടിച്ചപ്പോഴത്തേക്കും. $32. ഇവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഇതാണ്. അവരുടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു കടയുണ്ട്. ഇവിടെ എല്ലാം കിട്ടും സാധനങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും. അപ്പോൾ വണ്ടി നിർത്തി ആൾക്കാർക്ക് വേണമെങ്കിൽ സാധനം മേടിക്കുകയും ചെയ്യാം. ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷനുണ്ട്. $50 ആകാൻ പോകുന്നു. 11 ഗാലൻ കയറി ഓൾറെഡി വണ്ടിക്കകത്ത്. നമ്മൾ കണ്ടായിരുന്നല്ലോ വണ്ടിക്കകത്ത് എത്ര ഉണ്ടായിരുന്നെന്ന്. ഗ്യാസ് ഏകദേശം ഒരു കട്ട ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ 35 അടിച്ചുകൊണ്ട് 36 അടിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ കണ്ടോ 58, ഞാൻ 60 എത്താൻ പോകും. അപ്പം നമ്മുടെ റേറ്റ് ഇപ്പോൾ $59.55 നമ്മൾ പോയതാണ്. 13 ഗാലൻ കഴിഞ്ഞിട്ട് 662 കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്യാസ് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക്കലി നിന്ന് കഴിഞ്ഞാലും ഗ്യാസ് ഉണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കണ്ടോ വീണോണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം പിടിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പോവാണ്. നമ്മളപ്പോൾ ഇതിവിടെ ഫിക്സ് ചെയ്യുന്നു, അടിക്കുന്നു, അടയ്ക്കുന്നു. നമ്മൾ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അമേരിക്കയിലെ സിറ്റുവേഷൻ. അപ്പം നമ്മൾ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങുന്നു. നമുക്കിവിടെ അടുത്ത് ലോണ്ട്രി വരെ ഒന്ന് പോകണം. അപ്പം നമ്മൾ ലോണ്ട്രിയിലോട്ട് പോകണം. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലായല്ലേ. ഇപ്പോൾ ഗ്യാസിൻ്റെ റേറ്റൊക്കെ ഇതാണ് ഇവിടുത്തെ റേറ്റ്. ഇങ്ങനെയാണ് ഇപ്പോൾ അമേരിക്കയിലെ എല്ലാവരും ഗ്യാസ്. ഇതിപ്പോൾ 2001 ടൊയോട്ടോ ക്യാമറയാണ്.
നമ്മളിപ്പോൾ അത്യാവശ്യം ലോക്കൽ ഓട്ടത്തിനൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. എനിക്കിവിടെ ജോലിക്ക് തൊട്ടടുത്താണ്, ഒരു 5 മിനിറ്റേ ഒക്കെ ഉള്ളൂ. 5 മിനിറ്റ് കാറിനാണെങ്കിൽ ഒരു 3 മിനിറ്റ് അല്ലെ 4 മിനിറ്റേ ഉള്ളൂ. അപ്പം രാത്രിയിൽ തിരിച്ച് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷെ തിരിച്ച് നമ്മൾ രാത്രിയാവും. അതുകൊണ്ട് കാറിനങ്ങ് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ലോക്കൽ ഓട്ടത്തിന് നമ്മൾ ഈ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ വന്ന സമയത്ത് എടുത്ത വണ്ടിയത് ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാതെ തണുപ്പത്തും സ്നോയൊക്കെ വീണ സമയത്ത്, ഹെവി സ്നോ സമയത്തൊക്കെയാണ് ഈ വണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു പ്രശ്നവുമില്ല. സാധാരണഗതിയിൽ ഓരോ വണ്ടികളൊക്കെ നമ്മൾ സ്നോയിൽ എടുക്കുമ്പോൾ ഒരു കാരണം വെച്ചാലും അത് സ്റ്റാർട്ടാകത്തില്ല. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോയ്ക്കകത്ത് പൊതഞ്ഞ് കിടന്നിട്ട് പോലും ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. അപ്പം കുഴപ്പമില്ലാണ്ട് ഓടുന്നു ഈ വണ്ടി ഇതുവരെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ ബൈ.